ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ തന്നെ ഞാനൊരു ടാസ്കിലാണ് കേട്ടോ. ഈ സൈഡിലായിട്ട് ഞാൻ 3 ഹാങ്ങിങ് ബോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഒരെണ്ണത്തിൽ ഇരട്ടത്തലേന്ന്, നമ്മുടെ ഇവിടെ ഇരട്ടത്തലേന്ന് പറയുന്നത് എല്ലായിടത്തും എന്താ പേരെന്ന് എനിക്ക് അറിയില്ല, തൊപ്പിക്കിളി എന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും വന്ന് കൂടുണ്ടാക്കി എൻ്റെ ഈ ഒരു ചെടി മൊത്തം കരിഞ്ഞു പോയി. ഇതിനു മുമ്പ് അപ്പുറത്തെ സൈഡിലുള്ള ഒരു ചട്ടിക്കകത്ത് ഇതുപോലെ വന്ന് കൂടുണ്ടാക്കി 2 കുട്ടികളൊക്കെ വിരിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും വന്നപ്പോൾ എനിക്കത് നനയ്ക്കാനൊരു മടി കാരണം കൂട് ചീത്തയാവില്ല അവരുടെ, അതുകൊണ്ട് ഞാൻ നനച്ചില്ല. അങ്ങനെ എൻ്റെ ആ ഒരു ചെടി കരിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറം നിൽക്കുന്ന 2 പോട്ടിലെ ചെടികളും കരിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന്. ഇതേ നോക്കിയൊക്കെ എൻ്റെ പെന്നി ബോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് റീസെറ്റ് ചെയ്യാൻ പോകുന്ന ചെടികളുടെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അത്യാവശ്യം ചെടികളുടെ പേരൊക്കെ അറിയാം. അതായത് ബേസിക് നമ്മുടെ അഗ്ലോണിമ, ബിഗോണിയ, ടർട്ടിൽ വൈൻ, സ്നേക്ക് പ്ലാന്റ്, ഒരുമാതിരിപ്പെട്ട ചെടികളുടെ പേരൊക്കെ അറിയാം. പക്ഷേ അതിൽ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ചില വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് ഇത് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടാൽ നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് എന്നാൽ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ എന്താ പറയുക, പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, ചകിരിച്ചോറ്, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ തന്നെ രണ്ടാമത്തെ ചെടിയും കട്ട് ചെയ്ത് അതും കൂടെ ഇത് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതിൻ്റെ കളർ സത്യത്തിൽ ഇങ്ങനെയല്ല കേട്ടോ. ഇത് ഇച്ചിരി വെയിലില്ലാത്ത സ്ഥലത്ത് ഇരുന്നതുകൊണ്ടാട്ടോ ഒരു വൈറ്റ് കളർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഇലക്കൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ ശരിയായിക്കോളും, കാരണം അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സൈഡിലാട്ടോ ഞാൻ ഹാങ്ങിങ് പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അങ്ങനെ ആ പോട്ടും സെറ്റ് ചെയ്തേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒരുപാട് വെയിലൊന്നും മേക്കാത്ത ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് മാറ്റി വെക്കണം. ഞാൻ എൻ്റെ ചെടികളെല്ലാം റീപോർട്ട് ചെയ്താൽ അടുക്കളയുടെ സൈഡിലുള്ള ഈ ഒരു വശത്താണ് കേട്ടോ എല്ലാം കൊണ്ടുവെക്കുന്നത് വേരൊക്കെ പിടിക്കാനായിട്ട്. അപ്പം ഞാൻ അവരെയും അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ടേർട്ടിൽ വൈനും പിന്നെ എൻ്റെ ഈ ഒരു വൈറ്റ് ഇലയുള്ള ഒരു ചെടിയും ഞാൻ നേരത്തെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനെ രണ്ടിനെയും കൂടെ ഞാൻ ഈ വശത്തേക്ക് വീണ്ടും ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചേ. കാരണം ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുന്ന പോട്ടാണല്ലോ, അപ്പോൾ നല്ല ഭംഗിക്ക് കിടന്നോളും. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മാസം സാലറി ആയിട്ട് ഞാൻ ശരത്തേണ്ണും ഒരു പങ്ക് ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് മാറ്റി വെക്കുവേ. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ.